നമസ്തേ ഇന്ത്യ. ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഐഡിയകൾക്ക് ഫണ്ടിംഗ് കിട്ടുന്നു, പുത്തൻ ഇന്നോവേഷനുകൾക്ക് മെന്റർഷിപ്പ് കിട്ടുന്നു. എല്ലാവരും ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് തുടങ്ങുന്ന യാത്ര ഈ വേദിയിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദിയായ ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. ശരി, നമുക്കപ്പോൾ ഐഡിയ ബസിന്റെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസിനെ ക്ഷണിക്കാം. ലക്ഷറി, ഡിസൈൻസ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലീഡർഷിപ്പിന്റെ അപൂർവ സംഗമം. ബെല്ല ലീഡേഴ്സ് ക്ലബിന്റെ ഫൗണ്ടർ ജിമ്മി മിസ്ത്രി. പ്ലീസ് വെൽക്കം അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ഓണ്ടർപ്രണർ ഷീ ദ പീപ്പിളിന്റെയും ഗായത്രിയുടെയും ഫൗണ്ടർ ഷൈലി ചോപ്ര. ഇൻഡോർ മുതൽ അമേരിക്ക വരെ നീളുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ, സീരിയൽ ഇൻവെസ്റ്റർ, VC ഫ്രം വാഷിംഗ്ടൺ DC സന്ദേശ് ശാരദ. ലിബർട്ടി ഷൂസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുപം ബൻസൽ. ടൈറ്റൻസ്, നിങ്ങളിൽ ആർക്കൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നത് ഇഷ്ടമാണ്? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നറിയാം. പക്ഷേ കിട്ടാൻ മാത്രമാണോ ഇഷ്ടം? ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ടോ? ഓക്കെ, നമുക്കൊരു പുതിയ ബിസിനസ് ഐഡിയ കാണാം. നമ്മുടെ യങ് ഓഡിയൻസിന് ഡിസ്കൗണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണവർ. ഇന്ത്യയിലുള്ള ജെൻസി സ്റ്റുഡൻസ് ഒരു വലിയ പ്രശ്നത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും കൂടുതൽ ഓവർ വർക്ക്ഡ് ആയിട്ടും ലെഫ്റ്റ് ഔട്ടായും ഫിനാൻഷ്യലി ഇഗ്നോർഡ് ആയിട്ടും നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? അത് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വരൂ. ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ എത്ര പണം കൊണ്ടുവന്നു? അറൌണ്ട് 250. ഒരു ദിവസം നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് എത്ര കിട്ടും? അതിപ്പോ ഏകദേശം 100 to 150. അത് വെച്ച് ഒരു ദിവസം തികയുന്നുണ്ടോ? അത് ശരിക്കും തികയില്ല, പക്ഷേ എന്താ മാനേജ് ചെയ്താലേ പറ്റൂ. യൂഷ്വലി വാട്ട് ഈസ് യുവർ സ്പെൻഡിംഗ് സ്റ്റൈൽ? ഒരു ദിവസത്തിന് ഒരു 300 to 400 രൂപ. നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടണമെന്ന് എന്തിനാ വിചാരിക്കുന്നത്? സ്റ്റുഡൻസ് ആർ ബ്രോക്ക്. പോക്കറ്റ് മണി കഴിഞ്ഞാലേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ നിന്ന് കാശ് കിട്ടില്ല. ബില്ല് കണ്ടത് ഞാൻ അവിടുന്ന് പെട്ടെന്ന് പേടിച്ച് ഓടിപ്പോയേക്കും. ഫ്രണ്ട്സ് ആരെങ്കിലും പേ ചെയ്യും, അതുകൊണ്ടാണ്. ചില സമയമൊക്കെ ഒരു മാസം കിട്ടുന്ന പോക്കറ്റ് മണി കിട്ടിയ 2 ദിവസത്തിൽ തന്നെ തീരും. ഈ സ്റ്റുഡൻസിന്റെ ജീവിതത്തെ ഈസിയും ബ്രീസിയുമാക്കുവാനായി ഇതാ വരുന്നു സ്കോൺടോ. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം കൊൽക്കത്തയിൽ നിന്നുള്ള സൗരഭ് ചക്രബർത്തി, അനുമിത്ര ഘോഷ് വിത്ത് ലൂക്ക ആൽബനേസെ ഫ്രം മാൻസ, ഇറ്റലി. നമസ്കാരം ടൈറ്റൻസ്, എന്റെ പേര് സൗരവ്, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സ്കോൺടോ. Namaskaram Titans, my name is Luca, co-founder of Skonto. നമസ്കാരം ടൈറ്റൻസ്, എന്റെ പേര് ഓണമിത്രോ, ഹെഡ് ഓഫ് പ്രോഡക്റ്റ്. സോ ടൈറ്റൻസ്, ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒരു മുഴുവൻ കമ്മ്യൂണിറ്റിയുടെ കേസും കൊണ്ടുവന്നിരിക്കുകയാണ്. അവരാണ് ഇന്ത്യയിൽ ഉള്ളതിൽ കൂടുതലായി ഇഗ്നോർഡ്, ഡിപ്രൈവ്ഡ്, ഓവർ വർക്ക്ഡ്, പിന്നെ കൂടുതലും ബ്രോക്കായിരിക്കുന്ന കമ്മ്യൂണിറ്റി. ഇവരുടെ അടുത്ത് പോക്കറ്റ്സുകളുണ്ട്, പക്ഷേ പണം ഒട്ടുമില്ല. പക്ഷേ ഇവരുടെ സ്വപ്നങ്ങൾ 1000 കോടികൾക്കുള്ളതാണ്. പക്ഷേ റിയൽ ലൈഫിൽ ഫൈനാൻഷ്യൽ പ്ലാൻ വെറും ഒരേ ഒരു ലൈനിൽ കുടുങ്ങിയിരിക്കുന്നു. ബ്രോ, ഇപ്പോൾ നീ തന്നേക്ക്, സത്യമായിട്ട് അടുത്ത സെമസ്റ്ററിൽ മുഴുവനുമായി ഞാൻ തിരിച്ചു തന്നേക്കാം. ഇവിടെ ഞങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഏതെങ്കിലും ഗെസ്സസ്? എനിവൺ? സ്റ്റുഡൻസ്, റൈറ്റ്. US, UK ആൻഡ് യൂറോപ്പില് സ്റ്റുഡന്റ് സ്റ്റേറ്റസിന്റെ അർത്ഥം സൂപ്പർ പവർ സ്റ്റേറ്റസ്. അപ്പൊ പിന്നെ ഇന്ത്യയിൽ മാത്രം അതെന്താ ഇല്ലാത്തെ? ജസ്റ്റ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അടിപൊളി യൂണിഫൈഡ് സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങളുടെ മുമ്പേ വന്നിരിക്കുന്നത്. ഇത് കോളേജ് ID കാർഡ്. ഇത് ഒരു സാധാരണ കോളേജ് ID കാർഡ് അല്ല. വെറും അറ്റൻഡൻസ് കിട്ടുന്നത്, കോളേജിൽ ആക്സസ് കിട്ടുന്നത്, ലൈബ്രറിയിൽ നിന്ന് ബുക്സ് കിട്ടുന്നത്, പിന്നെ ട്രാവലിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ID കാർഡ് ഒരു ബ്രഹ്മാസ്ത്രമാണ്. ഈ ID കാർഡ് സ്കോൺടോയുടെ ആപ്പിന്റെ അകത്ത് പോയ ഉടനെ മുഴുവനുമായി മാറും ഒരു ഡിസ്കൗണ്ട് അൺലോക്കറായിട്ട്, ക്യാഷ് ബാക്കിന്റെ ഗേറ്റ് പാസ്സായി. പിന്നെ സ്റ്റുഡൻസ് എല്ലാവർക്കും ഒരു യഥാർത്ഥ VVIP ലൈഫ് സ്റ്റൈൽ സ്റ്റേറ്റസ്. Skonto is the first AI and blockchain powered platform for student lifestyle in your amazing country, which is India. പിന്നെ ടൈറ്റൻസ്, ഞങ്ങളുടെ കോപ്പിറൈറ്റഡ് നോ യുവർ സ്റ്റുഡന്റ് ടെക്നോളജിയിലൂടെ ഇനി സ്റ്റുഡന്റ് വെരിഫിക്കേഷനോ ഡിസ്കൗണ്ടിലോ ഒരു തരികിടയും കാണിക്കാൻ പറ്റില്ല. ഇനി റിയൽ സ്റ്റുഡൻസിന് കിട്ടും ദ റിയൽ ഡിസ്കൗണ്ട്സ്. പിന്നെ ബ്രാൻഡ്സിന് ലഭിക്കാൻ പോകുന്നത് റിയൽ ജെൻസിയുടെ ROIയുടെ മാജിക്. ക്യാച്ച് ദം യങ്. സോ സ്റ്റുഡൻസ്, ഇന്ന് മുതൽ നിങ്ങൾക്ക് ചീപ്പായിട്ട് കഴിക്കാം, ഒറിജിനൽ ബ്രാൻഡഡ് ഗ്രിപ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാം, ആൻഡ് ലൈഫ് സ്റ്റൈൽ
full on OG. Order, pay, 2 cappuccino, ഒരൊറ്റ പ്രൈസില്. കാരണം ഇതുമൂലം പ്രേമം വർദ്ധിക്കുന്നതാണ്. Skonto card, India's college ID card, has superpowers now. Thank you. എനിക്കിപ്പോ നിങ്ങളോട് ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത് എങ്ങനെയാണ് ആരംഭിച്ചത്? ഞാൻ പുറത്ത് പഠിക്കാൻ പോയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യം, ഫസ്റ്റ് വേൾഡ് കൺട്രീസിലെ സ്റ്റുഡൻസിന് ഫസ്റ്റ് വേൾഡ് എക്സ്പീരിയൻസ് കിട്ടി. അപ്പോഴാണ് എനിക്കൊരു കാര്യം നോക്ക് ചെയ്തത്. ഇന്ത്യയിൽ എത്രമാത്രം സ്റ്റുഡൻസ് ഉണ്ട്, എത്രമാത്രം ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ ഇതേപോലെ കാര്യം എന്താണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തെന്ന് ആലോചിച്ചു. ഏതൊരു കാര്യം 10 വർഷങ്ങൾക്ക് മുമ്പ് 2006 and 2007 തുടങ്ങിയോ, ഞാനത് അക്കാഡമിക്കലി വെറ്റ് ചെയ്തു. ഇൻ 2018-2019 ഞാൻ ഇംപീരിയൽ കോളേജിൽ പഠിക്കുമായിരുന്നു. സോ സ്കോന്തോ എന്റെ മാസ്റ്റർ തീസിസിന് അതിന്റെ ഒഫീഷ്യൽ ഫോം എടുത്തു. ആൻഡ് ഫൈനലി 2022 ഇന്ത്യയിൽ ഇതിനെ ഞങ്ങൾ ബിസിനസ് ആയിട്ട് ലോഞ്ച് ചെയ്തു. ഈ മുഴുവൻ ഇക്കോസിസ്റ്റത്തെ ക്യൂരേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് സ്റ്റുഡൻസിനെ ഈ സിംഗിൾ കൺസോളിഡേറ്റഡ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. Lovely. How did you find them? How did you join hands with them? I know Saurav since more or less 10 years. We met in Milano. He was working in Milano and I live close to Milano. So we had the chance to meet each other and to know each other. And this is one of the reason why I joined this venture, because I know Saurav from a personal and a professional point of view, and I appreciate the team a lot, as well as their idea. ലവ്ലി. സോ ഈ കാർഡ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് കൂടി പറയൂ. ഇതിന് പ്രത്യേകിച്ച് ആപ്പ് വല്ലതും ഉണ്ടോ? യെസ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ കാർഡ്സ് ഇറ്റ് ഇസ് എ B2B ആൻഡ് B2C കാർഡ്സിന്റെ സാമ്പിൾ ആണ്. ആൻഡ് ഞങ്ങളുടെ കൺട്രോൾസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഫുൾ ആൻഡ് ഫുൾ ആപ്പിലൂടെയാണ്. ഈ കാർഡിന്റെ ഡിജിറ്റൽ വേർഷൻ ഞങ്ങളുടെ ആപ്പിൽ ഉണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് കാർഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്റ്റുഡന്റ് സ്റ്റേറ്റസ് വെരിഫൈ ചെയ്യാൻ പറ്റും ത്രൂ KYS പ്ലാറ്റ്ഫോം. പിന്നെ ഏതൊരു ബ്രാൻഡോടെ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റും അറ്റ് എ ഹൈപ്പർ ലോക്കൽ ലെവൽ. നിങ്ങളുടെ കോളേജ് എവിടെ ഉണ്ടോ അവിടെ, അതും അല്ലെങ്കിൽ അറ്റ് എ D2C പാൻ ഇന്ത്യ ലെവൽ, അതായത് ഓൺലൈൻ ഷോപ്പിംഗിലൂടെ. ഇത് ഞങ്ങളുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കൊൽക്കത്തയിലുള്ള ഒരു കഫേയാണ്. സോ നിങ്ങൾക്ക് ആദ്യം ഔട്ട്ലെറ്റ് സെലക്ട് ചെയ്യാം, പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ നിങ്ങൾക്ക് റിവ്യൂസും കാണാൻ പറ്റും. അവസാനം നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം, അതായത് നിങ്ങളുടെ പേയ്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ടു പേയിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ അമൗണ്ട് ടൈപ്പ് ചെയ്യൂ. പിന്നെ ഈ പർട്ടിക്കുലർ ബ്രാൻഡിൽ ഓൾറെഡി അപ്ലൈ ആയ ഡിസ്കൗണ്ട് റേറ്റ് പേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെഡീം ആയിക്കോളും. ദേ കണ്ടില്ലേ, റെഡീമായി വിത്ത് ഡിസ്കൗണ്ടഡ് എമൗണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനിലും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ കാർഡ്. സ്ക്രോൾ ചെയ്താൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഇവിടെ കാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. വെരി ഈസി. സെക്കൻഡ്, നിങ്ങൾ സ്റ്റുഡന്റ് ID വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റുഡന്റ് ID സെലക്ട് ചെയ്യൂ. അവിടെ നിങ്ങളുടെ സ്റ്റുഡന്റ് ID ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇനി അഥവാ നിങ്ങളുടെ കോളേജ് ഓൾറെഡി ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ID കാർഡ്സ്, അസൈൻമെന്റ്സ്, ലൈബ്രറി എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും. ദിസ് ഇസ് ദി ഓൺലി കാർഡ് ദാറ്റ് യു വിൽ നീഡ്. ആൻഡ് ഫൈനലി, അഥവാ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കാർഡ് NCMC നെറ്റ്വർക്കിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മാത്രം മതി. അതിന് മെട്രോ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ഇവൻച്വലി ഏത് ട്രാൻസ്പോർട്ട് ആണെങ്കിലും യു കൻ യൂസ് ദി സെയിം കാർഡ് ഫോർ യുവർ എൻറ്റയർ ലൈഫ് ടൈം. വെരി നൈസ്. ഇതിൽ രൂപയുടെ ലോഗോ ഉണ്ട്. സ്കോണ്ടോയ്ക്കും രൂപയ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഡിസ്കൗണ്ടിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ ഇതുവരെ പണം തരാനായി സ്വൈപ്പ് ചെയ്തിട്ടില്ല. മെയിൻലി ഈ കാർഡിന്റെ ഫീച്ചേഴ്സ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അതിൽ ആദ്യം വരുന്നത് നിങ്ങളുടെ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ആണ്. അറ്റ് എനി മോഡ്സ് യു ക്യാൻ വെരിഫൈ എ സ്റ്റുഡന്റ്, അതായത് ആ സ്റ്റുഡന്റ് ആ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾഡ് ആണോ അല്ലയോ എന്ന്. സെക്കൻഡ്, ഞങ്ങളുടെ ഫിൻടെക് പാർട്ടാണ്. അതിൽ ഞങ്ങൾ റുപ്പയായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ടു ത്രൂ എ സ്വിച്ച്. പിന്നെ ഞങ്ങൾ PPI ലൈസൻസും വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ എക്സ്റ്റൻഷനായി വി ഇഷ്യൂ ദിസ് കാർഡ് ആസ് എ പാർട്ട് ഓഫ് ഒരു ന്യൂയർ ബാങ്ക്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി, സ്റ്റുഡന്റിനാണെങ്കിലും ശരി. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതുകൊണ്ട് എനിക്ക് ഷോപ്പിംഗ് ചെയ്യാനാവുമോ? യെസ്. ഈ കാർഡ് മുഖേന പണം അടയ്ക്കാനും പറ്റുമോ? ആൻഡ് ഫൈനലി, റൂപയുടെ നെറ്റ്വർക്കിന്റെ എക്സ്റ്റൻഷനിലൂടെ ഇറ്റ് ഈസ് ഓൾറെഡി എനേബിൾഡ് ഓൺ ദി NCMC നെറ്റ്വർക്ക്. സോ ഇപ്പോൾ മെട്രോസ് ആൻഡ് ബസ്സസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇവൻച്വലി പാർക്കിംഗ് ടിക്കറ്റ്സ്, ഷോപ്പിംഗ്, അങ്ങനെ എല്ലാം ഉടനെ തന്നെ ഇൻക്ലൂഡ് ചെയ്യും ഇൻ എ സിംഗിൾ കാർഡ്. സോ ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അലൈൻ ചെയ്യും. അതായത് ഒരു സ്റ്റുഡന്റിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അലൈൻ ചെയ്യും വിത്ത് എ സിംഗിൾ ടാപ്പ്. നിങ്ങളുടെ സ്റ്റുഡൻറ് ബേസിനെ കുറിച്ച് പറയൂ, അത് എത്രത്തോളം ഉണ്ട്? ഇപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് ഒരു 180 ഹൈപ്പർ ലോക്കൽ മെർച്ചൻസ് ഉണ്ട് ഇൻ കാൽക്കട്ട. അവര് സ്റ്റുഡൻസ് ഓഫർ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു 13,000 യൂസേഴ്സ് ഉണ്ട്. അബൌട്ട് 25 to 26 കോളേജസ്.
ഇൻ ദ സിറ്റി ഓഫ് കൊൽക്കത്ത ഓൺ അവർ പ്ലാറ്റ്ഫോം. പിന്നെ ഈ കാർഡിന്റെ B2B ഗെയിമിൽ ഓൾറെഡി ഏകദേശം 35 യൂണിവേഴ്സിറ്റീസ് പാൻ ഇന്ത്യയിൽ ഓൺബോർഡ് ആകാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റവന്യൂയെ കുറിച്ച് കുറച്ച് പറയൂ. നിങ്ങൾ സ്റ്റുഡൻസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ ഏർണിംഗ്സ് 3 മോഡൽസിൽ നിന്ന് വരും. അറ്റ് ദ B2C ലെവൽ അതിൽ ഹൈപ്പർ ലോക്കലായിട്ട് ഞങ്ങളുടെ അടുത്ത് ഓൺബോർഡിൽ വരുന്ന മെർച്ചൻസിന്റെ അടുത്ത് നിന്ന് അവർ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓൺബോർഡ് ആകാൻ വേണ്ടി ഒരു വൺ ടൈം പ്ലാറ്റ്ഫോം ഫീ തരുന്നുണ്ട്. അതിന്റെ മുകളിൽ ഓരോ ട്രാൻസാക്ഷനും ഞങ്ങളുടെ സക്സസ് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള 350 മുകളിൽ ഓൺലൈൻ ആൻഡ് D2C പ്ലാൻസിൽ നിന്ന് ഞങ്ങൾക്ക് റീഡയറക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്മീഷൻ കിട്ടുന്നുണ്ട്. സർ, നിങ്ങളുടെ റവന്യൂ എത്രയാണ് സർ? 85,000 കഴിഞ്ഞ മാസം സർ. നിങ്ങളുടെ 85,000 റുപ്പീസിൽ അല്ല 1 ലക്ഷം എന്ന് തന്നെ വെക്കാം മുഴുവനായിട്ട്. നിങ്ങൾക്ക് മന്ത്ലി റവന്യൂ ജസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഫ്രം ട്രാൻസാക്ഷൻ സർ. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ബേൺ നോക്കുകയാണെങ്കിൽ മന്ത്ലി 6 മുതൽ 7 ലക്ഷം ബേൺ Right, ആവുന്നു. sir. 72 lakhs നിങ്ങളുടെ മന്ത്ലി ഇയർലി ബേൺ ആണ്. അതെ സർ, പിന്നെ നിങ്ങളുടെ വാല്യുവേഷൻ 66 crores ആണ്. തീർച്ചയായും സർ. നിങ്ങൾ ലോസ് മേക്കിംഗിൽ ഉള്ളപ്പോൾ എങ്ങനെ ഈ വാല്യുവേഷനിൽ എത്തി എന്നൊന്ന് പറയൂ. വർഷം 1 കോടി ചെലവാകുന്നു. വി ആർ ഇൻ എ സ്റ്റാർട്ടപ്പ് വേൾഡ് സർ. പിന്നെ ഒരു വിഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവരുടെ സ്പെൻഡിംഗ് പവർ വളരെ കൂടുതലാണ്. ബ്രാൻഡ്സിനെ കൊണ്ട് കസ്റ്റമർ റിക്വസിഷനെ കുറയ്ക്കാൻ പറ്റും, മാർക്കറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ പൊസിഷൻ ഇവിടെ അവരുടെ ഫിൻടെക് ആൻഡ് ഡിജിറ്റൽ ID പ്ലാറ്റ്ഫോം ആകുന്നതാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഇൻട്രഡക്ഷൻ തന്നപ്പോ ഇപ്പോൾ ഉള്ള ജെൻസ്കിറ്റിന്റെ അടുത്ത് കാശ് കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത്, ഡിസ്കൗണ്ട് കാർഡ് കൊണ്ടുവന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോ ഇവരുടെ അടുത്ത് നല്ല മണി പവർ ഉണ്ടെന്ന് പറയുന്നു. സോ ബ്രാൻഡ്സ് വരും എന്ന് പറയുന്നു. ഇതെനിക്ക് കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുണ്ട്. ഓരോ സ്റ്റുഡന്റും മാസത്തിന് 6 നിന്ന് 7,000 വരെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇൻ ഡിഫറെന്റ് വേസ് ഓൺ ഡിഫറെന്റ് പ്ലേസസ് ബിയോണ്ട് എഡ്യൂക്കേഷൻ. ആ 6,000 രൂപ നമ്മൾ ആവറേജ് ആയിട്ട് എടുത്താലും 5,30,00,000 ഇൻറ്റു 6,000 വരുന്ന നമ്പർ 4,56,000 കോടി വരെ വരുന്നുണ്ട്. നിങ്ങളുടെ വിഷനെ കുറിച്ചൊന്ന് പറയാമോ? നിങ്ങൾക്ക് ഇത് എവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്? ഈ കാർഡ് മാർക്കറ്റിൽ അടുത്ത 3 ആഴ്ചയിൽ വരാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ 28 യൂണിവേഴ്സിറ്റിയിൽ കുറഞ്ഞത് 70,000 കാർഡ്സ് ഇഷ്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബൈ ദ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ. ഒരു കാർഡിന്റെ വില 499. സോ ബേസിക് മാത്സ് പ്രകാരം നോക്കിയാൽ തന്നെ കാർഡ് ഇഷ്യൂവിൽ തന്നെ നമുക്ക് 3.5 കോടി വരെ വരും. യൂണിവേഴ്സിറ്റി ആണോ പ്ലെഡ് ചെയ്തത് അതോ കുട്ടികളാണോ പ്ലെഡ് ചെയ്തത്? യൂണിവേഴ്സിറ്റീസ്. നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിന്റെ മുഖത്തുള്ള സ്മൈല് കാണുമ്പോൾ ഞാനിപ്പോ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുകയാണെങ്കിൽ അത് 100% മുകളിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരുടെ സ്മൈല് കാണുമ്പോൾ ഇപ്പൊ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാന്ന് തോന്നുന്നു. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. Wow. 94% ആളുകൾക്കും ഇത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടൈറ്റൻസിനോടുള്ള നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒരു തവണ പറയൂ. Our ask is for 2 crores at 66 crores valuation. 66 crores നിങ്ങൾ വാല്യുവേഷൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വലിയ കോമ്പറ്റീറ്റീവ് ഫീൽഡിനകത്തേക്കാണ് പോകുന്നതെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ Right, sir. എനിക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓൾ ദ ബെസ്റ്റ് Thank you, sir. ആൻഡ് വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു സർ. സൗരവ്, എന്റെ കാഴ്ചപ്പാടിൽ ഇതിന് വളരെ ഫെന്റാസ്റ്റിക് ആയ ഒരു സ്കോപ്പ് ഉണ്ട്. കാരണം വോളിയം വളരെ വലുതാണ്. നമുക്ക് ഈ വോളിയത്തിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ അളവിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നാൽ പോലും ഇതിന്റെ ഇംപ്ലിക്കേഷൻ വളരെ വലുതായിരിക്കും. ആ ഒരു വിഷയത്തിൽ ഞാൻ വളരെ കൺവിൻസ്ഡുമാണ്. പക്ഷേ നിങ്ങളുടെ വാല്യുവേഷൻ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്ന്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ 6-7 ലക്ഷം രൂപ ബേൺ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ബേൺ ഒരു 10 മടങ്ങ് ആക്കിയാൽ പോലും അത് കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു വോളിയം നമ്മൾ റീച്ച് ചെയ്യണം. തീർച്ചയായും. അതിന് നമുക്ക് ഇനിയും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരും, ഡീപ് പോക്കറ്റ്സ് ആവശ്യമായിട്ട് വരും. ടണലിൽ എന്തായാലും വെളിച്ചം ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ എത്ര നാൾ ഈ ബേൺ ആവശ്യമായിട്ട് വരും? ആ ഒരു കാരണം കൊണ്ട് എനിക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ബിസിനസ് മോഡൽ നോക്കുമ്പോൾ കൃത്യമായ കമ്മ്യൂണിറ്റിയാണ് ക്യാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫൈനാൻഷ്യൽ മോഡലിലും വാല്യൂഷൻ മോഡലിലും വലിയൊരു ഗ്യാപ്പ് എനിക്ക് കാണാൻ പറ്റുന്നു. ആ റീസൺ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കൈതരാൻ എനിക്ക് സാധിക്കില്ല. യെസ് സർ, താങ്ക് യു. സർ, ആക്ച്വലി എനിക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം നിങ്ങളുടെ വാല്യുവേഷൻ 20 crores മുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തോന്നുന്നു. സോ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ 20 CR വാല്യുവേഷനിൽ നിന്ന് ഞാൻ 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ വാല്യുവേഷനെ കുറിച്ച് നിങ്ങൾ വീണ്ടും ഒന്ന് ചിന്തിക്കണം. യെസ്. സോ നമുക്കിപ്പോൾ ശൈലിയുടെ അടുത്ത് നിന്ന് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൗണ്ടർ ഓഫർ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
ഒരു ചെറിയ കൗണ്ടർ ഓഫർ ഉണ്ട് സർ. കൗണ്ടർ ഓഫർ ഉണ്ടെന്നാണ്. അതെ സർ. ഇതിൽ എൻറ്റയർ തിങ് എന്താന്ന് വെച്ചാൽ മാം, അമിറ്റിയുടെ കൂടെ ഞങ്ങൾക്ക് ടേം ഷീറ്റ് സൈൻ ആയിട്ടുണ്ട്. ഗവൺമെന്റ് ഫണ്ടായിട്ട് 36 crores വാല്യുവേഷനിൽ 40 lakhs തരുന്നുണ്ട്. സോ ഈ ഡീവാലുവേഷനിൽ മാം നിങ്ങൾ കൺസിഡർ ചെയ്ത് ഇതേ സെയിം വാല്യുവേഷനിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാം, ഇറ്റ് ഹെൽപ്സ് ഇൻ എ മേജർ വേ. എല്ലാ ടൈറ്റൻസിനും ഒരു ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഡൗട്ട് ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ 2 പോയിന്റും എടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ നിങ്ങളുടെ വാല്യുവേഷനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? 36 കോടിയാണ് നിങ്ങളുടെ വാല്യുവേഷൻ എന്നല്ലേ പറഞ്ഞത്? താങ്ക് യു മാം. എന്നാൽ ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റിനെ 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷം വരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. പിന്നെ എന്റെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാ, നിങ്ങൾ നിങ്ങളുടെ ഈ ടാർഗറ്റിനെയും വിഷനെയും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്, അതിന് നിങ്ങൾ റാപ്പിഡ്ലി സിമെന്റ് ചെയ്യണം. Absolutely, ma'am. കൺഗ്രാറ്റുലേഷൻസ്. Thank you so much. Thank you. So വരൂ, കൈ കൊടുത്തോളൂ. Please come. Thank you. Thank you, ma'am. കൺഗ്രാറ്റുലേഷൻസ്. Thank you so Thank you. much. കൺഗ്രാറ്റുലേഷൻസ് യോമിയ ജലാറ്റോ. Sure. Thank you so much. Thank you so much. അത് ഞാൻ തന്നെ തയ്യാറാക്കാം. Yeah. നിങ്ങൾ ടേസ്റ്റ് Why ചെയ്യണം. not? Big congratulations Thank to you, all sir. of Thank you. you. Thank you very so much. much. Thank you so much. Thank you so much. ശൈലി, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 36 crore വാല്യുവേഷനിൽ അവരൊരു കൗണ്ടർ ഓഫർ നിങ്ങൾക്ക് തന്നു. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ വേഗത്തിൽ ചിന്തിച്ചുകൊണ്ട് 36 crore വാല്യുവേഷനിൽ 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. സോ ആ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചിന്തിച്ചാണ് ഇത്രയും നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? നാം ഇതുപോലെ ഏർലി സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ പ്രോഫിറ്റബിലിറ്റി ആണ് നോക്കുന്നത്. ഇല്ല. ഇത് ഐഡിയ ബാസ് ആണ്. നമ്മൾ അവരുടെ ഐഡിയാസ് ആണ് നോക്കുന്നത്. അവർക്ക് ഇനി എത്ര ദൂരം പോകാനായിട്ടുള്ള ധൈര്യമുണ്ട് എന്ന്, പിന്നെ എത്ര ശക്തി ഉണ്ടെന്നും. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇപ്പോഴും ഒരു യൂത്തിന്റെ നേഷനാണ്. നമ്മുടെ യൂത്ത് മാർക്കറ്റ് ഡിമാൻഡിൽ നമ്മളോട് പറഞ്ഞു അവരുടെ അടുത്ത് ഈ പ്രോഡക്റ്റേ ഇല്ല എന്ന്. ഇങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് അവരെ പോലെയുള്ള അവരുടെ ഇന്റഗ്രേഷനിൽ ഫോക്കസ് ചെയ്യുന്നു. ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ സർവീസ് കൊടുക്കുമ്പോഴും വിഷന്റെ കാര്യത്തിലും ഒരു സ്പെസിഫിക് ഓഡിയൻസിന് കൺമുന്നിൽ കാണുന്നു. സോ അവരുടെ ഈ വിഷൻ യൂത്തിനെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിനെ ഞാൻ അംഗീകരിക്കുന്നു. സോ ഇതാണ് നമ്മൾ പറയുന്നത് വിഷണറി മെന്റർഷിപ്പ് എന്ന് വെച്ചാൽ ഇതാണ്, വിഷണറി ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാലും ഇതാണ്. അതായത് എത്ര വലിയ ബഹളങ്ങൾക്കിടയിലും കൺഫ്യൂഷനുകൾക്കിടയിലും അതുപോലെ പ്രശ്നങ്ങൾക്കിടയിലും നമ്മളൊരു വെളിച്ചം കണ്ടുപിടിക്കും. സോ അതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആൻഡ് ഇതാണ് ഈ ഐഡിയ ബാസ് വേദിയുടെ ഒരു സവിശേഷത. അതായത് ആളുകൾ ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും.